അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് അരോറൂട്ട് ബിസ്ക്കറ്റും അല്ലാതെ ഒന്ന് ചോക്ലേറ്റ് ബിസ്ക്കറ്റുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 20 അരോറൂട്ട് ബിസ്ക്കറ്റും 10 ചോക്ലേറ്റ് ബിസ്ക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി കൈ കൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ബിസ്ക്കറ്റ് കൈ കൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് തീ പോലും കത്തിക്കാതെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. 2 വ്യത്യസ്തമായിട്ടുള്ള തീ പോലും കത്തിക്കാത്ത 2 റെസിപ്പീസ് ആണ് കാണിക്കുന്നത്. ആദ്യത്തേത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്, ബിസ്ക്കറ്റും മാമ്പഴവും വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കൈകൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് മാമ്പഴമാണ്. അത്യാവശ്യം വലുപ്പമുള്ള 2 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നല്ല മധുരമുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താൽ മതിയാവും. മധുരം കുറവുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് പകരമായിട്ട് കണ്ടൻസ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ മാമ്പഴം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അളവ് കപ്പിലാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് മാമ്പഴത്തിന്റെ പ്യൂരിയാണ് കിട്ടുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 2 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. മാമ്പഴം എടുക്കുന്ന സമയത്ത് പുളിപ്പില്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴം നോക്കിയെടുക്കുക. ഇതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ മാമ്പഴം അടിച്ചത് മാറ്റി വെക്കാം. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ബാക്കി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പതഞ്ഞ് വരണം. ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ബ്ലെൻഡർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാമ്പഴം അടിച്ചു വെച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് കൈകൊണ്ട് പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ മാമ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 മാമ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പം മാമ്പഴവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാൻ ഈ ഒരു പാത്രമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അങ്ങ് നിറച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴത്തിൻ്റെ പ്യൂരി കുറച്ചായിട്ട് അവിടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, നല്ലൊരു ഡിസൈൻ കിട്ടും. ഇനി ഇതിൻ്റെ ചുറ്റിനും ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണേ. ഇതൊന്നും വേണോ നിർബന്ധമൊന്നുമില്ല. അവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ട്യൂട്ടി ഫ്രൂട്ടിക്ക് പകരം നട്ട്സ് ചേർത്ത് കൊടുത്താലും മതി, ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. അപ്പോൾ രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഇതാ എടുത്തിട്ടുണ്ട്. ഓരോ ബ്രെഡിൻ്റെ നടുഭാഗം ഒന്ന് റൗണ്ട് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ്. അടിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇതിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിക്കാം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പാല് തിളപ്പിച്ച് വറ്റിച്ച് അത് ചൂട് മാറിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, സാധാരണ പച്ചവെള്ളം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ബ്രെഡ് നേരത്തെ മാറ്റി വെച്ചില്ലേ, അതിൽ നിന്നും ഒരു ബ്രെഡ് എടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കാം. എല്ലാ വശത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കുക. അപ്പം ഇതുപോലൊന്ന് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് ഡെസിക്കറ്റഡ് കോക്കനട്ടിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറി വെച്ച് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പില്ലേ? തീ പോലും കത്തിക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. കാണാൻ നല്ല ഭംഗിയിൽ, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പുഡിംഗ് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതാ കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങ് എടുക്കാം. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ ഒരു പീസ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീ പോലും കത്തിക്കാതെ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്